കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം തിരിച്ചടിയായി. രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ച പരാജയത്തിന്റെ മറ്റൊരു കാരണമായെന്നും വിമർശനം. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ലെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വലിയ വിമർശനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ നൽകി. അതിന് ചില കാരണങ്ങളും അദ്ദേഹം പരാമർശിക്കുന്നുണ്ടല്ലോ, ചില മുന്നറിയിപ്പുകൾ. തീർച്ചയായും ക്രിസ്റ്റീന, ക്രിസ്തുവും താനും സമത്വത്തിന്റെ പാത ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഇടതുപക്ഷ വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് ആണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും പ്രത്യേകിച്ച് CPIM-നെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്നിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല എന്നുകൂടി അടിവരയിട്ട് പറയുന്നു. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്, പക്ഷേ തിരുത്തുക തന്നെ വേണമെന്നും പറയുന്നുണ്ട്. ഫാസിസത്തിനെതിരായി പോരാടിയ രാഹുൽ ഗാന്ധിയെ കൃത്യമായി ഇടതുപക്ഷം ടാർഗറ്റ് ചെയ്തു. ആ പ്രവർത്തനം തിരിച്ചടിയായി എന്നും പറയുന്നുണ്ട്. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിയരുത് എന്ന മുന്നറിയിപ്പും കൃത്യമായ രീതിയിൽ തന്നെ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഗീവർഗീസ് മാർ കൂറിലോസ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ EP ജയരാജൻ അടക്കം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കൃത്യമായി അടിവരയിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോൾ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു വെക്കുന്നത് പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല. ഇതുകൂടാതെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നിലവാര തകർച്ച തന്നെയാണ് ഇത്തരത്തിൽ തോൽവിക്ക് കാരണമെന്നാണ്. തിരുത്തിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ബംഗാളാകാനുള്ള സാധ്യത CPIM മുന്നിൽ കാണണമെന്നും കൃത്യമായ രീതിയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അടിവരയിടുന്നു. ഗീവർഗീസ് മാർ കൂറിലോസ് അങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും. ശരി, കേരളത്തിൽ ഒരു ബംഗാൾ ലക്ഷണത്തിന്റെ തുടക്കത്തിന്റെ സൂചനകളുണ്ടെന്ന് പല കോണുകളിൽ നിന്നും വിമർശനം വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന്. മന്ത്രി പദവിക്ക് ഫോർമുല നിശ്ചയിച്ച് BJP 4 MPമാരുള്ള പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകും. TDPക്കും JDUവിനും 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ശിവസേനയ്ക്കും LJPക്കും 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകും. ധനവകുപ്പ് ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ വേണമെന്നാണ് TDPയുടെ ആവശ്യം. NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ 11-ന് ചേരും. R രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആർക്കെ വലിയൊരു കുരുക്കിലാണിപ്പോൾ BJP എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ചോദിച്ച് ഈ ചെറിയ പാർട്ടികൾ സമ്മർദ്ദമുണ്ടാക്കുന്നു. ധനവകുപ്പ് ഉൾപ്പെടെയുള്ള ഒരു ആവശ്യം TDP മുന്നോട്ട് വെക്കുന്നു. JDUവും ഒട്ടും പിന്നിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തുടക്കം ഇതിപ്പോ ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നയരൂപീകരണത്തിലൊക്കെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയല്ലേ നൽകുന്നത്? ഇക്കാര്യത്തിൽ എന്താവും BJPയുടെ ഒരു തന്ത്രം? BJP ഇക്കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പീയൂഷ് ഗോയലിനെയാണ് തെലുങ്ക് ദേശത്തോട് സംസാരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ പീയൂഷ് ഗോയൽ തെലുങ്ക് ദേശത്തോട് സംസാരിക്കും. ലഭ്യമായ സൂചനകൾ അനുസരിച്ച് BJP തെലുങ്ക് ദേശത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഈ 4 MPമാർക്ക് ഒരു മന്ത്രി എന്ന രീതിയിൽ ഉള്ള ഒരു വാഗ്ദാനമായിരിക്കും നൽകുന്നത്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകും. 3 ക്യാബിനറ്റ് പദവി 2 ഒരു സഹമന്ത്രി പദം എന്ന വിധത്തിലായിരിക്കും വാഗ്ദാനം നൽകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇതിൽ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒന്നും ആഗ്രഹിക്കേണ്ടതില്ല എന്ന നിലപാടായിരിക്കും അറിയിക്കുന്നത്. ഒപ്പം നിതീഷ് കുമാറിനോട് അശ്വിനി വൈഷ്ണവായിരിക്കും സംസാരിക്കുന്നത്. JDUവിന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് 3 മന്ത്രി പദവി ആയിരിക്കും. അതിൽ 2 ക്യാബിനറ്റും ഒരു സഹമന്ത്രി പദവിയും ആയിരിക്കും. മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന നിലപാടും അവരെ അറിയിക്കും. വകുപ്പുകളുടെ കാര്യത്തിൽ ഇരു പാർട്ടികളും ചോദിച്ച ചില വകുപ്പുകൾ നൽകാനായിട്ട് ധാരണയായിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം,
അടക്കമുള്ള വകുപ്പുകൾ അതിലേതെങ്കിലും ഒന്ന് ഈ പാർട്ടികൾക്ക് നൽകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇക്കാര്യങ്ങളെല്ലാം BJP ഈ ഘടകകക്ഷികളെ അറിയിക്കും. മറ്റ് ചെറിയ ഘടകകക്ഷികൾക്കും സമാനമായിട്ടുള്ള വീതം വെപ്പാണ് BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വരുന്ന നാളുകളിലും ഇതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് മുളയിലെ നുള്ളുന്നതിന് വേണ്ടിയിട്ട് NDAയുടെ യോഗം, ഒരു കോർഡിനേഷൻ കമ്മിറ്റി പോലെ പ്രവർത്തിക്കുന്ന ഒരു സമിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമിതി നിശ്ചിത ഇടവേളയിൽ കൂടുകയും മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരിക്കും മുന്നോട്ട് പോവുക. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇത്തരത്തിലുള്ള ഒരു സംവിധാനം NDAക്ക് ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിലും അത് പ്രവർത്തിച്ചിരുന്നില്ല. ഇനി എന്നാൽ അങ്ങനെ ആയിരിക്കില്ല. NDAയുടെ ഒരു കൺവീനറെ തെരഞ്ഞെടുക്കും ഉടനെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ പേരാണ് അതിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ചന്ദ്രബാബു നായിഡു അതിന് താല്പര്യം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അമിത്ഷാ NDAയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കും. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാധാകൃഷ്ണൻ. പശ്ചിമ ബംഗാളിലെ BJP MPമാർ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന അവകാശവാദവുമായി അഭിഷേക് ബാനർജി. പശ്ചിമ ബംഗാളിലെ 3 BJP MPമാർ സർക്കാരുണ്ടാക്കാൻ പിന്തുണ അറിയിച്ചെത്തിയെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു. നിലവിൽ പശ്ചിമ ബംഗാളിൽ 12 MPമാരാണ് BJPക്കുള്ളത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഈ അഭിഷേക് ബാനർജിയുടെ ഈ ഒരു അവകാശവാദം അത് എത്രത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? ഇക്കാര്യത്തിൽ BJPയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? ഭൂരിപക്ഷമില്ലാതെ BJP കൊടിഞ്ഞേരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ അവകാശവാദം BJPക്കകത്ത് തലവേദനയായിരിക്കുന്നത്. 3 MPമാരുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി അവകാശപ്പെട്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരണ നീക്കവുമായി NDA മുന്നോട്ട് പോകുന്നിടയിലാണ് ഇത്തരമൊരു അവകാശവാദം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് BJP മറ്റ് പ്രതികരണങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. 3 MPമാർ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ അഭിഷേക് ബാനർജി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് കൂടുതൽ ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഇന്ത്യ സഖ്യം ഒരു സർക്കാർ രൂപീകരണ നീക്കങ്ങളിലേക്ക് കടക്കുവാണെങ്കിൽ മാത്രമേ അത്തരം ചർച്ചകളിലേക്ക് പിന്നീട് കടക്കാൻ ഇടയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഒരു അവകാശവാദത്തെ വലിയ ഗൗരവത്തിലാണ് BJP നേതൃത്വം കാണുന്നത്. അതേസമയം തന്നെ ഏതൊക്കെ MPമാർ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. 18 സീറ്റുകളിൽ നിന്നും ഇക്കുറി 12 സീറ്റുകളെ BJP സംസ്ഥാനത്ത് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല നേതാക്കളും BJP മുതിർന്ന നേതാക്കളടക്കം സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്ന് വലിയ അസ്വസ്ഥ എതിർത്തുവരെ പ്രകടിപ്പിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അവകാശവാദം ഇപ്പോൾ അഭിഷേക് ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. കേന്ദ്രമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രി സ്ഥാനം ഭാരിച്ച ചുമതലയാണെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപന ചുമതലയുള്ള MP ആകാനാണ് താൽപര്യമെന്നും 1-2 വകുപ്പിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP MP എന്ന നിലയ്ക്ക് എൻ്റെ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. വലിയ അഭിമാനമുള്ള യാത്രയാണത്. ആരോടൊക്കെയാണ് നന്ദി ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഭാരമാണ്. ആ നന്ദി എത്തേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭാരമാണ്. കേന്ദ്രമന്ത്രി എന്നൊരു പദവി അതിനെങ്ങനെയാണ് കാണുന്നത്? അതെന്നെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ്. അതെനിക്കൊരു ചങ്ങലയാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ ഇൻ ടു ഓപ്പറേഷൻസ് വിച്ച് ഐ നീഡ് ടു ഇംപ്ലാന്റ് ഇൻ കേരള. അതിന് ഞാനൊരു 1, 2, 3 വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് അശ്വിൻ പാലാഴിയാണ്. അശ്വിൻ, എന്തായാലും ഒന്ന് പ്രധാനമന്ത്രിയെ കാണുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി സ്ഥാനം, ആ ഒരു വാഗ്ദാനം അത് പാലിക്കാൻ BJP തയ്യാറാണെന്ന സൂചനകളാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു മന്ത്രി പദവിയേക്കാൾ തനിക്ക് വിവിധ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ ചുമതലയുള്ള MP ആകാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ പല വകുപ്പുകളിൽ നിന്നുള്ള പല കാര്യങ്ങളും തന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയ ആണല്ലോ മുന്നോട്ട് വെക്കുന്നത് സുരേഷ് ഗോപി. ക്രിസ്റ്റീന, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ള മുദ്രാവാക്യം ഓർത്ത് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ BJP ഇത്തവണ പ്രധാനമായും രംഗത്തിറക്കിയത്. ആ സാഹചര്യത്തിൽ എന്തായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ ഉറപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു ഭാരിച്ച ചുമതലയായാണ് സുരേഷ് ഗോപി കാണുന്നത്. അതിനും അപ്പുറത്തേക്ക് 5-6 വകുപ്പുകൾ അല്ലെങ്കിൽ അതിന് മേൽ വകുപ്പുകളുടെ ഏകോപന ചുമതലയുള്ള MP ആയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്നെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയാണ് നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ നടക്കുന്നത്. MP ആയ ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് പോകുന്നത്. വൈകുന്നേരം 6 മണിക്കാണ്
നരേന്ദ്രമോദിയുമായുള്ള ചർച്ച പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും മന്ത്രിസ്ഥാനം ലഭിച്ചാൽ 2 or 3 വകുപ്പുകളുടെ ചുമതലയിലേക്ക് മാത്രം ഒതുങ്ങും. അതൊരു താൻ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഒരു വെല്ലുവിളിയായി മാറും എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ച ഈ മന്ത്രിസ്ഥാനവുമൊക്കെ ബന്ധപ്പെട്ട ഏറെ നിർണായകമാണ്. ശരി, വിശദാംശങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന്. തൃശൂരിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ കെ മുരളീധരന് KPCC അധ്യക്ഷ സ്ഥാനം വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ. താൻ പദവിയിൽ കടിച്ചു തൂങ്ങില്ലെന്നും കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്കെന്താ തടസ്സം? ഒന്നുമില്ല. എവിടെയും ആപ്റ്റാണ്. അവിടെ മാത്രമല്ല, എവിടെയും ആപ്റ്റാണ്. എല്ലാത്തിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവറി പോസ്റ്റ്. വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും ഞങ്ങളുടെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? അജിത് പവാർ പക്ഷം NDA വിടുമെന്ന അഭ്യൂഹം. തീരുമാനം അജിത് പവാറിന് വിട്ട് NCP കോർ കമ്മിറ്റി യോഗം. വിശാല യോഗം വൈകിട്ട് മുംബൈയിൽ ചേരും. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ഒരു 10 മാസത്തിന് മുൻപാണ് അദ്ദേഹം അത്തരത്തിലൊരു പാർട്ടി രൂപീകരിക്കുന്നത്. അതിനുശേഷം ചില പദവികളുമൊക്കെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ NDA വിടുമെന്നുള്ള അഭ്യൂഹം വരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം മീഡിയേറ്ററായി പ്രവർത്തിച്ച ശരത് പവാറിന്റെ ഒരു ചരടുവലി ഇതിന് പിന്നിലുണ്ടോ? എന്തായിരിക്കാം അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ക്രിസ്റ്റീന, മുന്നണിക്കുള്ളിൽ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ അവഗണനയുണ്ടായി എന്നുള്ള ഒരു വികാരമാണ്. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വളരെ കുറവ് നൽകിയത് ഒന്ന്. അതിനുശേഷം കിട്ടിയ സീറ്റുകൾ തന്റെ ഭാര്യയെ പോലും കാലുവാരി തോൽപ്പിച്ചു എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മുന്നോട്ടുള്ള പോക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ മോശമാകും എന്നൊരു ധാരണ പാർട്ടിക്കുള്ളിൽ ആകെ തന്നെയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അതിന് BJP പറഞ്ഞ മറുപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ തരാമെന്നാണ്. എന്നാൽ നിലവിൽ സംസ്ഥാനത്ത് അജിത് പവാർ പക്ഷത്തിന്റെ സ്വാധീനം വളരെയധികം കുറഞ്ഞു എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് ഒരു ബാർഗെയിനിങ് പവർ അജിത് പവാറിന് നഷ്ടമാകുന്നുണ്ട് എന്നൊരു തോന്നൽ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു അടിയന്തര കോർ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ അജിത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ വെച്ച് ചേർന്നത്. പ്രഫുൽ പട്ടേലും ഛഗൻ ഭുജ്ബലും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ യോഗത്തിൽ എത്തിയത്. ഈ യോഗത്തിന് ശേഷം സുനിൽ തത്കരെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരേ ഒരു MP ആണ്. ഈ യോഗത്തിലെ ചർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന കാര്യം വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും MLA-മാരും MP-മാരും ഒക്കെ തന്നെ അജിത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കും എന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം പ്രധാനമായും ശ്രമിച്ചത്. അതിനുള്ള കാരണം ശരത് പവാർ വിഭാഗം MLA-മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അജിത്തിനെ വിട്ടുപോലും MLA-മാർ പോയേക്കും ശരത് പവാർ പക്ഷത്തേക്ക് എന്നുള്ള ഒരു പ്രചാരണം അവിടെയുണ്ട്. അതിനെ തടയുക എന്നുകൂടി ലക്ഷ്യം വെച്ചാണ് സുനിൽ തത്കരെ ഞങ്ങൾ എല്ലാവരും അജിത്തിനൊപ്പം അടിയുറച്ച് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് തീരുമാനമുണ്ടായാലും അത് അന്തിമമായി എടുക്കുന്നത് അജിത് പവാർ ആയിരിക്കും. ആ തീരുമാനത്തോട് ഒപ്പം ഉറച്ചു നിൽക്കാൻ അവർ തീരുമാനിക്കുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ നടക്കുന്ന NDA മീറ്റിങ്ങുകളിൽ അജിത്ത് പങ്കെടുക്കും എന്നതാണ് സുനിൽ തത്കരെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് മുന്നണി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ തന്നെ ഒരു ചർച്ച ഇനിയും നടക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ എന്തായാലും നാടകീയ നീക്കങ്ങളാണ്. അജിത് പവാർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ അല്പമണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം മറ്റന്നാൾ ചേരും. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ യോഗത്തിൽ തീരുമാനമാകും. രാവിലെ 11:30 AICC ആസ്ഥാനത്താണ് യോഗം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, രാഹുൽ ഗാന്ധിക്ക് മേൽ വലിയ സമ്മർദ്ദം. രാഹുൽ ഗാന്ധി തയ്യാറല്ലെങ്കിൽ മാത്രം മറ്റൊരാൾ എന്ന ഒരു നിലയിലല്ലേ ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം? അതേപോലെ തന്നെ എന്തായിരിക്കാം ഈ യോഗത്തിലെ മറ്റ് അജണ്ടകൾ? ക്രിസ്റ്റീന, രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ മാത്രമേ മറ്റ് ചർച്ചകളിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ സമ്മർദ്ദം ചെലുത്തുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകണം എന്നുള്ളതാണ്. അതിന് രാഹുൽ ഗാന്ധി വഴങ്ങാനും സാധ്യതയുണ്ട്. 2019 ഇപ്പോൾ 52 സീറ്റിൽ നിന്നും ഇപ്പോൾ 99 സീറ്റിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ സീറ്റുകൾ നേടി വിജയിച്ച ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകാൻ തന്നെയാണ് സാധ്യത ഏറെയുള്ളത്. മറ്റന്നാളാണ് പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ AICC ആസ്ഥാനത്ത് 11:30 യോഗം ചേരും. ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. രാഹുൽ ഗാന്ധിക്ക് മേൽ തന്നെയാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും രാഹുൽ ഗാന്ധി തന്നെ
പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതല്ലെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധി അതിൽ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് എന്തായാലും പോവുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വിജയമുണ്ടായില്ലെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഉണ്ടായത്. UDF-ന് സീറ്റ് കൂടിയത് താൽക്കാലിക പ്രതിഭാസം മാത്രമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചല്ല ഉണ്ടായിട്ടുള്ളത് സ്ഥിതിഗതികൾ. ഇത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇവിടെ UDF-ന് സീറ്റ് കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസം മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമാണ്. ഇനിയും കൂടുതൽ ബഹുജന പിന്തുണ നേടിക്കൊണ്ട് അടിത്തറ വികസിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകും. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് 6-ന്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആർ രാധാകൃഷ്ണനാണ്. ആർക്കെ മുൻപ് ഇത് ശനിയാഴ്ചയായിരിക്കും ഛത്രപതി ശിവജി രാജ്യം പിടിച്ചെടുത്ത് അത് ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ച ദിനത്തിന്റെ 350-ാം വാർഷികത്തിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇത് ഞായറാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ എന്നതിൽ ഉറപ്പായോ? ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. BJP നേതാക്കൾ ഇതാണ് വ്യക്തമാക്കുന്നത്. ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാരുടെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിക്കേണ്ടത് കൊണ്ടും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നടത്തുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിപുലമായിട്ടുള്ള ചടങ്ങുകളോട് തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി BJP നേതൃത്വം തന്നെ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കും എന്നാണ്. നാളെയാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്, NDA കക്ഷികളുടേത്. അതിനുശേഷമായിരിക്കും ഈ അവകാശവാദം ഉന്നയിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആശയവിനിമയം ഘടകകക്ഷികളുമായിട്ടുള്ളത് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിൽ BJP-യുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്ന ഒരു തീരുമാനം തന്നെയാണ് ഇതുവഴി BJP വ്യക്തമാക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് 6-ന്. വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്. പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരിപ്പിച്ചത് UDF എന്ന രാജു എബ്രഹാം. പ്രചാരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല. BJP വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞെന്നും രാജു എബ്രഹാം പറഞ്ഞു. പ്രതീക്ഷിച്ച വോട്ടുകൾ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ ലഭിക്കാഞ്ഞതുകൊണ്ടാണല്ലോ പരാജയം ഉണ്ടായത്. അത് വരുന്ന ദിവസം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ ഞങ്ങൾ നടത്തും. അത് ഏതൊക്കെ ബൂത്തുകളിലാണ് കുറവുണ്ടായത്, ഏതൊക്കെ മേഖലകളിലാണ് കുറവുണ്ടായത് എന്നുള്ളതാണ് ഗൗരവത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അല്ല, ഇവിടെ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ ഗണ്യമായ കുറവാണ് BJPക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് എല്ലാം കൂടി കൃത്യമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ BJPക്ക് കുറഞ്ഞ വോട്ട് UDF-ന് പോയിട്ടുണ്ടോ, UDF-ന് വന്ന കുറവ് BJP വോട്ടിനാൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിശോധന നടത്താതെ നമുക്ക് പറയാൻ കഴിയില്ല. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വലിയ വിമർശനമാണ് ഡോക്ടർ TM തോമസ് ഐസക് ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ അവിടെ നിൽക്കെ തന്നെയാണ് ഈ ഒരു വിശദീകരണം രാജു എബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. BJP വോട്ടുകളാണ് പ്രശ്നമായത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ തോൽവിയുടെ കാരണത്തിന് കൃത്യമായ ഒരു മറുപടി ആകുന്നുണ്ടോ, അതിൽ ഈ വിമർശനം ഉന്നയിക്കുന്നവർ സംതൃപ്തരാകുമോ? ഒരിക്കലുമില്ല ക്രിസ്റ്റീന. കാരണം ഏതാണ്ട് 30,000-ത്തിലധികം വരുന്ന വോട്ടുകളുടെ കൃത്യമായ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇടത് കേന്ദ്രങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ കൃത്യമായ രീതിയിൽ പ്രതിക്കൂട്ടിലാകുന്നത് പാർട്ടിയുടെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുമാണ്. ആ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമാണ്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തെ അനുകൂലിച്ച് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന ഒരു പരസ്യം കൃത്യമായ രീതിയിൽ ആ പരസ്യവാചകം വെച്ച് രാജു എബ്രഹാമിന്റെ ഫോട്ടോ വെച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം ഇടുന്നൊരു സാഹചര്യം ഉണ്ട്. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അതിന് തെളിവായി ഈ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പോസ്റ്റ് വരുന്നു. അപ്പോഴാണ് ഇന്ന് ഒരു ഏരിയ കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നത്. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഏരിയ കമ്മിറ്റി അംഗമടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് തൊട്ട് മുന്നോടിയായാണ് കൃത്യമായ രീതിയിലൊരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയത്. താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരിപ്പിച്ചത് ഒരുപക്ഷെ UDF ക്യാമ്പായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. BJP വോട്ടുകൾ അത് പത്തനംതിട്ട
പത്തനംതിട്ടയിലെ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ പരാജയ കാരണം അന്വേഷിക്കുമ്പോൾ CPIM നേതാക്കൾക്ക്, പത്തനംതിട്ടയിലെ നേതാക്കൾക്ക് അതിന് വിശദീകരണം നൽകാൻ തലപുകയ്ക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ശ്രീജിത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.